അപ്പോൾ നമ്മുടെ പാനലിൻ്റെ വർക്കൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ട്രക്ചർ അടിയൊക്കെ കഴിഞ്ഞ് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പാനൽ മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോർഷനാണ് നമുക്ക് മുകളിലേക്ക് കയറാനുള്ള ഗ്യാപ്പ്. അതേപോലെ ഈ ഒരു വലിയ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാനൽ മുകളിലേക്ക് കയറ്റാൻ വേണ്ടി ഷീറ്റ് അയച്ച് മാറ്റിയതാണ് കേട്ടോ. ഷീറ്റ് ഇപ്പുറത്തെ ഷീറ്റിൻ്റെ മുകളിലേക്ക് വെച്ച് സ്ക്രൂ അടിച്ച് നിർത്തിയിരിക്കുകയാണ് തൽക്കാലത്തിന്. അതേപോലെ നമ്മളൊരു പാനൽ കയറ്റി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അളവ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി ക്ലാമ്പൊക്കെ സെറ്റാക്കി നിർത്തിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സെൻറ്റർ ക്ലാമ്പും കൂടി വെച്ചിട്ട് അടുത്ത പാനൽ ചേർത്ത് വെച്ച് ടൈറ്റ് ആക്കാനേ ഉള്ളൂ. അതുപോലെ സെൻറ്റർ ക്ലാമ്പ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സെൻറ്ററിൽ വരുന്ന ക്ലാമ്പ്. സൈഡ് ക്ലാമ്പ് പറഞ്ഞാൽ ഒരൊറ്റ എല്ല് പോലെ ഉണ്ടാവുള്ളൂ. ഇത് യു പോലെ ആയിട്ടുള്ള രണ്ട് സൈഡ് പിടുത്തം വരുന്നതാണ്. അപ്പോൾ ബോൾട്ട് തൽക്കാലത്തിന് ഇട്ട് സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ്. അടുത്ത പാനൽ അതുകൊണ്ട് ചേർത്തിയിട്ട് വേണം നമുക്കത് ബോൾട്ട് ടൈറ്റ് ആക്കാൻ കേട്ടോ. അതുപോലെ ഈ ഒരു ഷീറ്റ് മാറ്റിയതിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് പാനലൊക്കെ കയറ്റിയിട്ടുള്ളത്. രണ്ടാമത്തെ നിലയിലായതുകൊണ്ട് നമുക്ക് റിസ്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഷീറ്റ് അയച്ചിട്ട് മുകളിലേക്ക് കയറ്റിയത്. അപ്പോൾ നമ്മുടെ 3 പാനൽ നമ്മൾ കയറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ 3 പാനലും കൂടി ഉണ്ട് മുകളിലേക്ക് കയറ്റാൻ. ഇതാ നമ്മൾ അടുത്ത പാനലും കൂടി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് പാനലും കൂടി നമ്മൾ ഇതാ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബോൾട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാനൽ സെറ്റിങ് കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളത് ഇലക്ട്രീഷ്യൻ പണി, കുറച്ച് ചില്ലറ പണികളൊക്കെയാണ്. അതേപോലെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് റിഫ്ലക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് പെയിൻറ്റ് അടിപ്പിച്ചതാണ്. പക്ഷേ അത് നമ്മൾ കമ്പനി പെയിൻറ്റ് വരുന്ന പോലെ ഫിനിഷിംഗ് ഒന്നും നമ്മൾ ഷീറ്റിലടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തം കയ്യിലടിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഫിനിഷിങ്ങേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ഇതിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ ബൈഫേഷ്യൽ ആയതുകൊണ്ട് റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൈറ്റ് അടിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഫുട്ടേജ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ്